Hi, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫർസീൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് CarZone Car&Bike നടത്തുന്ന യൂസ്ഡ് കാർ എക്സ്ചേഞ്ച് മേളയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പുതിയ വാഹനങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദേവികയാണ്. ദേവിക ആയിരിക്കും നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ദേവിക പറഞ്ഞോളൂ. 2013 വാഗ്നർ ആണ്, VXI വേരിയന്റ് ആണ്. ആൻഡ് 77,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണോ? അതെ അതെ, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആക്സിഡന്റും ഹിസ്റ്ററികളൊന്നും വന്നിട്ടില്ല അല്ലേ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ലോൺ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? 70,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിലോട്ട് ഇറക്കാം. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 3,25,000 ആണ് ഇതിന്റെ പ്രൈസ് വന്നത്. 3,25,000. അപ്പോൾ 2013 വാഗണാർ ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 3,25,000. സെലേറിയോ ആണ് അടുത്ത കാർ വരുന്നത്. ഓക്കെ ദേവിക പറഞ്ഞോളൂ. ഇത് 2014 മോഡൽ സെലേറിയോ ആണ്. VXI ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? വേരിയന്റ് ആണ് വരുന്നത്. 67,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, വാറന്റി ഒക്കെ എങ്ങനെയാണ്? നമുക്ക് 1 ഇയർ വാറന്റി വരും. 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്? അതെ, അവൈലബിൾ ആണ്. അവൈലബിൾ ആണല്ലേ? പിന്നെ ഇതിന് എന്തെങ്കിലും ആക്സിഡന്റൽ ഹിസ്റ്ററി ഒക്കെ ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി വരുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? 3,85,000 ആണ് ആസ്കിംഗ് പ്രൈസ്. 3,85,000. അപ്പോൾ അടുത്ത വെഹിക്കിൾ ഡാറ്റ്സന്റെ റെഡിഗോ ആണ്. ഓക്കെ ദേവിക പറഞ്ഞോളൂ. ഇത് 2014 ഡാറ്റ്സന്റെ റെഡിഗോ ആണ്. 57,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്? അതെ അതെ, അവൈലബിൾ ആണ്. അവൈലബിൾ ആണല്ലേ? അപ്പം ഇതിന് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വരുന്നില്ല ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന് മൈലേജ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? 18 to 20 കിലോമീറ്റേഴ്സ് വരെ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. 18 to 20 വരെ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? 2.25. അപ്പോൾ 2,25,000 ആണ് ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ 2016 ഡാറ്റ്സൺ റെഡിഗോ 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 2,25,000. അപ്പോൾ അടുത്ത വെഹിക്കിൾ എന്ന് പറയുന്നത് ടാറ്റയുടെ ടിയാഗോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കമ്പ്യൂട്ടർ വെഹിക്കിൾ ആണ് ടിയാഗോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. പറഞ്ഞോളൂ. ഇത് 2018 ടിയാഗോ ആണ്. XM വേരിയന്റ് ആണ്. 83,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി വാറന്റി പ്രൊവൈഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. 2 ഇയർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഇയർ വാറന്റി. അപ്പോൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സർവീസ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്നു. സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. മൈലേജ് വന്നിട്ട് 16 to 18 കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട്. 16 to 18 വരെ മൈലേജ് ഒക്കെ കിട്ടും. അപ്പൊ അത്രയൊക്കെ കിട്ടുന്നുണ്ടോ കസ്റ്റമേഴ്സിന്? ഓക്കെ, അപ്പൊ 2018 മോഡൽ ടാറ്റ ടിയാഗോ XM വേരിയന്റ് ആണ് വരുന്നത്. 16 മുതൽ 18 വരെ മൈലേജ് കിട്ടും. അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്തായിരുന്നു? 3,80,000. ഓക്കെ, ഇനി അടുത്ത വെഹിക്കിൾ 2014 ഹ്യുണ്ടായി എക്സെന്റ് ആണ്. S വേരിയന്റിലാണ് വരുന്നത്. 90,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. 90,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. അപ്പൊ ഇതിനൊരു മൈലേജ് ഒക്കെ എത്ര കിട്ടും? 15 to 16. 15-16 വരെ നമുക്ക് മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം. ഒരു നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് ഓടിക്കുന്ന ഒരാൾക്കല്ലേ? അതെ അതെ. ഓക്കെ, പിന്നെ ഇതിന് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അവൈലബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3,50,000 ആണ്. ഓക്കെ, 3,50,000 ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതിന്റെ ലോൺ എത്ര ശതമാനം വരെ കിട്ടും? നമുക്കൊരു 70% ലോൺ അവൈലബിൾ ആണ്. 70% വരെ. ഓക്കെ, അപ്പോൾ ഇത് 2014 മോഡൽ ഹ്യുണ്ടായിയുടെ എക്സെന്റ് എസ് വേരിയന്റ് ആണ്.
90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3,50,000 ആണ്. 70% വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ അടുത്ത വെഹിക്കിൾ എന്ന് പറയുന്നത് മാരുതി സുസുക്കി എർട്ടിഗയാണ്. എർട്ടിഗയുടെ ഏറ്റവും പുതിയ വണ്ടിയാണ്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പറഞ്ഞോളൂ. ഇത് 2021 എർട്ടിഗയാണ്. ഓക്കെ. ZXi പ്ലസ് വേരിയന്റ് ആണ്. 1.5 ലിറ്റേഴ്സ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നുണ്ട്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 9,000 കിലോമീറ്റേഴ്സേ ഓടി. പിന്നെ ഇത് എർട്ടിഗയുടെ ഒരു ഹൈബ്രിഡ് വേരിയന്റ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. ഇത് ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. അപ്പൊ അതിന് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. 18 കിലോമീറ്റർ ഷുവർ ആണ്. അതിന്റെ പ്ലസ് കിട്ടിയ കസ്റ്റമേഴ്സും നമുക്കുണ്ട്. അപ്പൊ വാറന്റിയും കാര്യങ്ങളൊക്കെ എത്ര വർഷമാണ് ഇപ്പൊ കൊടുക്കുന്നത്? നമ്മൾ 2 ഇയർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഇയർ വാറന്റി ആണ്. പുതിയ വെഹിക്കിൾ ആണ്. നമുക്ക് 2 വർഷം വരെ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വാറന്റിയിൽ എഞ്ചിൻ, ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ, വെയർ ആൻഡ് ടയർ വരാത്ത എല്ലാ പാർട്ടിനും നമ്മൾ വാറന്റി കൊടുക്കുന്നതായിരിക്കും. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 11 lakhs ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ലോണിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ പ്രേക്ഷകർക്ക്. നമുക്കൊരു 90% ലോൺ കിട്ടും. 90% വരെ ലോൺ കിട്ടും. അപ്പൊ നമുക്കൊരു 1 ലക്ഷം 1.5 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു MUV കാറ്റഗറിയിൽ വരുന്ന വണ്ടി നമുക്ക് റോഡിലേക്ക് ഇറക്കാവുന്നതാണ്.